ഹായ് ഓൾ, എല്ലാവർക്കും ടൂസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും ഒരു പ്രൈമറി എയിം അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് CSIR അല്ലെങ്കിൽ UGC നെറ്റ് എക്സാം ആണ് അല്ലേ. റിസർച്ച് മേഖലയിൽ താല്പര്യമുള്ളവരും അതേപോലെ ടീച്ചിങ് അസിസ്റ്റന്റ് പ്രൊഫസർ മുതലുള്ള ജോലിക്ക് താല്പര്യം, അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന, നമ്മളൊരു സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ എ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സബ്ജക്റ്റിൽ അത്രയും എക്സ്പേർട്ട് ആണ് അല്ലേ. അപ്പം അത്രയും എക്സ്പെർട്ടൈസ് കൈവരിച്ച നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് അസിസ്റ്റന്റ് ടീച്ചിങ് താല്പര്യമുള്ളവർക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന ജോലിയാണ് അല്ലേ. അപ്പം അതിലേക്കൊക്കെ നമ്മൾ എയിം ചെയ്തുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാം ആണ് CSIR അല്ലെങ്കിൽ UGC നെറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങൾ അറിഞ്ഞു കാണും. എന്താണ്? ഒരു 4ഓളം സബ്ജക്റ്റുകൾക്ക്, ഏതൊക്കെയാണ്? കെമിക്കൽ സയൻസ്, എർത്ത് അറ്റ്മോസ്ഫിയറിക് ഓഷൻ ആൻഡ് പ്ലാനറ്ററി സയൻസ്, മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആൻഡ് ഫിസിക്കൽ സയൻസ് അല്ലേ. ഇങ്ങനെ 4ഓളം സബ്ജക്റ്റുകളുടെ സിലബസിൽ ഗണ്യമായിട്ടുള്ള ഒരു മാറ്റം CSIR വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇത് ഓൾറെഡി പല ഗ്രൂപ്പുകളിലൂടെ ആയിട്ടാണെങ്കിലും വാർത്തകളിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു സിലബസ് ചേഞ്ച്, അപ്പോൾ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം ഇങ്ങനെ ഒരു ചേഞ്ച് ഇപ്പം റീസെൻ്റ് ആയിട്ട് വരുത്തുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടായിരിക്കും. എന്താണ്? അത്രയും കോമ്പറ്റീഷനാണ്. നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സിലബസ് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. അപ്പം അതിന് ആ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻ ഓൾറെഡി കുറേ സ്റ്റുഡൻസ് ഒക്കെ ചെയ്തു വരികയാണ് അല്ലേ. അപ്പം അതിൽ നിന്നൊരു ചേഞ്ച് വേണം, ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഒരു മാറ്റം വരുത്തണം, എക്സാം കുറച്ചുകൂടെ ടഫർ ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു സിലബസ് ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇപ്പം എല്ലാ സബ്ജക്റ്റിൻ്റെയും ഞാൻ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. ഓരോ സ്റ്റുഡൻസ്, ഈ 4 സബ്ജക്റ്റിൽ വരുന്ന കുട്ടികൾ നിങ്ങളുടേതായ ചേഞ്ചുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിസിക്സിലെ ഒരു ചേഞ്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ, ഒന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നോക്കുക, ഇതാണ് നിങ്ങൾക്ക് സിലബസ് കമ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം എക്സിസ്റ്റിംഗ് സിലബസും പ്രപ്പോസ്ഡ് സിലബസും ആണ് അവർ ഈ ഒരു ലിങ്കിൽ തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നോക്കാൻ പറ്റും. അപ്പോൾ നോക്കുക, മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഓഫ് ഫിസിക്സിൽ ഈ ഒരു ഏരിയ, ഇതാണ് പഴയ സിലബസ്. പുതിയ സിലബസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഓൾമോസ്റ്റ് കുറേ ഭാഗങ്ങളൊക്കെ ഈക്വൽ ആണ്. അവസാനത്തിലേക്ക് വരുമ്പോഴാണ് പ്രധാനമായിട്ടുള്ള ചേഞ്ചുകൾ. നിങ്ങൾ നോക്കുക, എലമെന്റ്സ് ഓഫ് കമ്പ്യൂട്ടേഷണൽ ടെക്നിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ മൊത്തത്തിൽ കംപ്ലീറ്റ്ലി ഈ ഒരു സിലബസിലേക്ക് ആഡ് ഓൺ ചെയ്ത് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ റൂട്ട് ഓഫ് ഫങ്ഷൻസ്, ഇന്റർപൊളേഷൻ, എക്സ്ട്രാപൊളേഷൻ, ഇൻ്റഗ്രേഷൻ ബൈ ട്രപ്പീസിയോയിഡ് ആൻഡ് സിംപ്സൺസ് റൂൾ തുടങ്ങിയ ടോപ്പിക്കുകൾ എന്താണ് നമ്മുടെ സിലബസിലേക്ക് ആഡ് ചെയ്ത് വന്നിരിക്കുകയാണ് അല്ലേ. അപ്പം മിക്കവാറും എല്ലാ സബ്ജക്റ്റും, ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി ആവട്ടെ, ക്വാണ്ടം മെക്കാനിക്സ് ആവട്ടെ, ക്ലാസിക്കൽ മെക്കാനിക്സ് ആവട്ടെ, നിങ്ങൾ ഇതേപോലെ സിലബസിനെ വെച്ചൊന്ന് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, സിലബസിലേക്ക് പ്രധാനമായിട്ടും അഡീഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡിലീഷൻസിനേക്കാളും സിലബസിലേക്ക് പ്രധാനമായിട്ടും അഡീഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം തീർച്ചയായിട്ടും ഇത് എന്തിലേക്കുള്ളൊരു സൂചനയാണ്? വരുന്ന എക്സാമിലെ പാറ്റേണുകൾക്കുള്ള മാറ്റമൊക്കെയാണ് നമ്മൾ ഈ ഒരു സിലബസ് ചേഞ്ചിലൂടെ പ്രധാനമായിട്ടും മുൻനിർത്തി കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ കൺസേൺഡ് ആയിട്ടുള്ള ഓരോ സ്റ്റുഡൻസിൻ്റെയും ഓരോ സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്ന സ്റ്റുഡൻസ് നിങ്ങളുടെ കൺസേൺ സബ്ജക്റ്റിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാം പ്രിപ്പറേഷന് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CSIR അല്ലെങ്കിൽ UGC നെറ്റിൽ ഈ ഒരു സിലബസ് ചേഞ്ച് വന്നു അല്ലേ. അപ്പം നിങ്ങൾ അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ സെറ്റിൻ്റെ സിലബസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഫിസിക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ, നിങ്ങളുടെ CSIR അല്ലെങ്കിൽ UGC നെറ്റിൻ്റെ സിലബസ് എന്താണോ അതിൻ്റെ ഒരു മിനി വേർഷൻ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സിലബസുകൾ അതിൻ്റെ പേരുകളും ഒക്കെ സെയിം ആയിരിക്കും, ടോപ്പിക്കുകളൊക്കെ സെയിം ആയിരിക്കും. ഡിഫിക്കൽറ്റി ലെവലിൽ മാത്രമാണ് സെറ്റ് എക്സാമിൽ ഒരു ചേഞ്ച് വരുന്നത്. പ്രത്യേകിച്ച് ഫിസിക്സ് പോലുള്ള, ഇപ്പം ഞാൻ ഫിസിക്സിൻ്റെ ഒരു ഫാക്കൽറ്റി ആയതുകൊണ്ടാണ് ഫിസിക്സിൻ്റെ കാര്യം എടുത്തു പറയുന്നത്. അപ്പം
ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റുകളിലൊക്കെ CSIR നെറ്റിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേ ഹെഡിങ്ങുകൾ തന്നെയാണ് സെറ്റിന്റെ സിലബസിലും മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം എന്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ആ ഒരു എക്സാമിന്റെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽട്ടി ലെവലിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതേപോലെ ഫോക്കസ് ഏരിയകളിൽ ചെറിയൊരു മാറ്റങ്ങളുണ്ട്. അപ്പം നെറ്റിന് ഡിഫറെന്റ് ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, സെറ്റിലേക്ക് വരുമ്പോൾ ആ ഒരു പാറ്റേണിലല്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ സെറ്റ് എക്സാമും നെറ്റും തമ്മിലുള്ള ഒരു മാറ്റമായിട്ട് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. അപ്പൊ ഇനി ഒരു സിലബസിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, CSIR നെറ്റിൽ ഒരു ചേഞ്ച് വരുമ്പോൾ തീർച്ചയായിട്ടും അത് വരും വർഷങ്ങളിൽ നമ്മുടെ സെറ്റ് വളരെ അടുത്ത് തന്നെ അങ്ങനെ ഒരു ചേഞ്ച് വന്നു കഴിയുമ്പോൾ തന്നെ റാൻഡം ആയിട്ട് നമ്മുടെ സെറ്റിന്റെ സിലബസിലും മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതുവരെ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാത്തവര് നിങ്ങൾ ഈ 1-2 സീസണിനുള്ളിൽ തന്നെ നിർബന്ധമായിട്ടും സെറ്റ് എക്സാം ക്രാക്ക് ചെയ്തെടുക്കുക. കാരണം ഇനി ഒരു പുതിയ സിലബസ് വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ എക്സാം പാറ്റേണിൽ ചേഞ്ച് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ചേഞ്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് വരണമെങ്കിൽ നമുക്ക് ഒരു 1-2 വർഷം വേണം അല്ലേ. ഇപ്പം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടാണെങ്കിലും സ്വന്തം പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പൂൾ കിട്ടണം. തീർച്ചയായിട്ടും ആ ഒരു ക്വസ്റ്റ്യൻ പൂൾ ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പെട്ടെന്ന് ഇഫക്റ്റീവായിട്ട് പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു പൂൾ അവൈലബിൾ ആവണമെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാറി ഒരു 1-2 വർഷം കഴിഞ്ഞാലേ നമ്മുടെ കയ്യിൽ അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പൂൾ നമുക്ക് അവൈലബിൾ ആവുള്ളൂ. ആ ഒരു പുതിയ പാറ്റേൺ, പുതിയ ഫോക്കസ് ഏരിയ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് സെറ്റ് എക്സാമിന്റെ സിലബസ് മാറുമെന്നുള്ള സൂചന തന്നെയാണ് ഈ ഒരു CSIR നെറ്റ് അല്ലെങ്കിൽ UGC നെറ്റ് സിലബസിലെ മാറ്റത്തിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും വരും 1-2 സീസണിനുള്ളിൽ എത്രയും പെട്ടെന്ന് സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്ത് എഴുതാനുള്ള എലിജിബിലിറ്റി ക്വാളിഫൈ ചെയ്ത് നിൽക്കുന്നവർ, അതായത് പോസ്റ്റ് ഗ്രാജുവേഷനും BEdും ഉള്ള സ്റ്റുഡൻസ് തീർച്ചയായിട്ടും 1-2 സീസണിനുള്ളിൽ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി സഫർ ചെയ്യേണ്ടി വരും. ഓൾറെഡി നിങ്ങൾ ചെറിയ പ്രിപ്പറേഷൻ നടത്തി കട്ട് ഓഫിൻ്റെ ഒക്കെ അടുത്ത് വന്ന് നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിൽ വരുന്ന മാറ്റം നിങ്ങളെ പിന്നീടും പുറകിലോക്കിട്ട് വലിക്കുക ചെയ്യാം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം, ഓരോ തവണ നിങ്ങൾ സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഓരോ തവണ കഴിയും തോറും എക്സാമിനുള്ള ഡിഫിക്കൽട്ടി ലെവൽ, ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഓൾറെഡി വരുന്ന ചേഞ്ചുകളൊക്കെ നിങ്ങൾക്ക് എക്സാം ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മളിവിടെ കോച്ചിങ് നടത്തുന്നതുകൊണ്ട് തന്നെ ഓരോ തവണയും റിപ്പീറ്റഡ് സ്റ്റുഡൻസ് ഒക്കെ പറയും ഇത്തവണ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിരുന്നു, കഴിഞ്ഞ തവണ ആയിരുന്നു എളുപ്പം, കഴിഞ്ഞ തവണ കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗിൽട്ട് ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവരുത്. അപ്പം ഇതുവരെ സെറ്റ് എക്സാം എഴുതാൻ എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും 1-2 സീസണിനുള്ളിൽ തന്നെ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ മാക്സിമം നോക്കുക കേട്ടോ. അപ്പോൾ ടോസ് അക്കാഡമിയിൽ നമ്മൾ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള സെറ്റിൻ്റെ കോച്ചിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകളാണ്, വീക്ക്ലി എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, റിവിഷൻ എക്സാമുകൾ, പേഴ്സണൽ ഫോളോ അപ്പും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫാക്കൽറ്റി സപ്പോർട്ട് ഒക്കെ നമ്മുടെ സ്റ്റുഡൻസിനെ തീർച്ചയായിട്ടും ഒരു ബെറ്റർ റിസൾട്ടിലേക്ക് ലീഡ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ടോസ് അക്കാഡമി ഓഫർ ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഈ നമ്മുടെ ഇവിടെ കോച്ചിങ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പം താല്പര്യമുള്ളവരെല്ലാവരും 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇപ്പം നമ്മൾ സെറ്റിൻ്റെ കോച്ചിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 2 റെഗുലർ ബാച്ച് നമ്മൾ ഓൾറെഡി ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ, സെറ്റ് എക്സാം എഴുതിയെടുക്കണമെന്ന് കരുതുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു കോച്ചിങ്ങിലേക്ക് ജോയിൻ ചെയ്യുക. തുടർന്നുള്ള നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് നിങ്ങൾ സെക്യൂർ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഇഫേർട്ട് എന്ന് പറയുന്നത് ഇപ്പം ഇടുന്ന ഇഫേർട്ടിനേക്കാളും ഒത്തിരി ഇഫേർട്ട് ഇനിയും ഇടേണ്ടി വരും, നമ്മുടെ ടൈം വേസ്റ്റ് ആവും. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും അടുത്ത സീസണിൽ തന്നെ നിങ്ങൾ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക. ഓക്കെ, സെറ്റ്, കേട്ടറ്റ്, നെറ്റ് പോലുള്ള എലിജിബിലിറ്റി എക്സാം ഒക്കെ എത്രയും പെട്ടെന്ന് ക്രാക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് നല്ലത് അല്ലേ. ഇപ്പം നിങ്ങൾക്കറിയാം, കേട്ടറ്റ് പോലുള്ള എക്സാം നമ്മുടെ വിദ്യാഭ്യാസ ഓരോ സമയത്തും നമ്മുടെ എക്സാമിൻ്റെ എലിജിബിലിറ്റികൾ, ഇപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനൊക്കെ കേട്ടറ്റിൻ്റെ ഇഷ്യൂ വന്നു അല്ലേ ഇപ്പോൾ കഴിഞ്ഞ ഒരു രീതിയിൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഓരോ തവണ നിയമങ്ങൾ മാറും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട, നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള എക്സാമുകളെല്ലാം ഇപ്പം നിയമം നിലനിൽക്കുന്നു. കാരണം അന്ന് കേട്ടറ്റ് 3 ഉള്ളവർക്ക് അല്ലെ സെറ്റ് ഉള്ളവർക്ക് താഴെയുള്ള എക്സാം വേണ്ട എന്നുള്ളൊരു നിയമം നിലനിന്നിരുന്നു. അതുകൊണ്ട് നമ്മൾ സെറ്റ് എഴുതിയിട്ട് ബാക്കി എഴുതാതെ പോയവരുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കരുത്. ഓരോ തവണയും നിങ്ങൾക്ക് 2 എഴുതാം, 3
ചെയ്യുക എഴുതാമെങ്കിൽ എല്ലാ എക്സാമും നിങ്ങൾ ക്രാക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കുക. കാരണം ഓരോ എക്സാം വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് അതിൽ നിങ്ങൾ പിന്നെ ഓരോ തവണയും ബുദ്ധിമുട്ട്. ഇപ്പോൾ ഓൾറെഡി സർവീസിൽ ജോയിൻ ചെയ്ത ടീച്ചേഴ്സിനൊക്കെ ഒരു എക്സാം എഴുതി എടുക്കുക എന്ന് പറയുന്ന ഒരു ടെൻഷനും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരരുത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഏറ്റവും പറ്റിയ അവസരത്തിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈമിൽ തന്നെ ഈ ഒരു ടൈമിൽ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ. താങ്ക് യു.